ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. തൊടുപുഴയിലെ ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു വ്ളോഗർ സാമൂഹ്യ മാധ്യമം വഴി പ്രചരണം നടത്തിയത്. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി. ഇന്ന് ആ ഡ്രൈവറുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ നടന്ന അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കാരിക്കുന്നം പ്ലാന്റേഷനിൽ താമസിക്കുന്ന രാജു പോലീസിൽ പരാതി നൽകി. ഞാൻ പെട്ടു. സ്റ്റുഡിയോ ഒരു വസ്ത്ര വിതരണ ശൃംഖലയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നിൽ അപമാനിതനായ ഒരാളാണ് എന്റെ ഒപ്പം ഉള്ളത്, ഓട്ടോ ഡ്രൈവറായ രാജു ചേട്ടൻ. ഞാൻ ട്രാൻസ്ഫർ സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവര് കൈ നീട്ട് രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവര് പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്ക് എന്തോന്ന് ചോദിച്ചു. കണ്ടു കാണുമെന്തോ ശിവനെ. സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോ സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ സ്റ്റുഡിയോ സാധനങ്ങൾ എന്നാന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഓടണല്ലേ വണ്ടി. അപ്പൊ ഇവര് വണ്ടിയെ കയറിയപ്പോ തന്നെ ഭയങ്കര സ്മെല്ലാ, കഞ്ചാവാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലോ. എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം. കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണെന്ന്. അപ്പൊ അവരവിടെ ഇറങ്ങി ഒരുത്തിനും വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എന്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയിട്ടില്ല, തെരുവോ ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല, വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. അതിന് ഇതിന്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പൊ എത്ര ദിവസമായെന്നറിയോ വണ്ടി ഓടി വെച്ച് വിളിച്ചു. ഇവിടെ വന്നപ്പോ സാർമാര് പറഞ്ഞു സൈബർ സെല്ല് പൈനാവില അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് വിളിച്ചു. എന്നോട് തൊടുപുഴ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. അവളെയും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവള് പറയണ ഞാൻ കള്ള് കുടിച്ചാ വണ്ടി ഓടിക്കണേന്നാ പറഞ്ഞത്. കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല, കള്ള് കുടിക്കാറുമില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. എന്റെ പേരിൽ ഒരു കംപ്ലൈന്റോ ഈ വെള്ളം മദ്യപിച്ച് വെള്ളം ഓടിച്ചെന്നും പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്റെ ജീവിതം മുടമുട്ടി. ഞാൻ എന്നാ ചെയ്യും? ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എന്റെ വണ്ടിയെ ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേക്കണ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ ഷുഗർ, കൊളസ്ട്രോള്, BP ഇതിനെല്ലാം മരുന്ന് കഴിക്കണം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ കൗതുക ലേശം കൂടുതലാണ്. ഞാനിപ്പോ എന്നെ നമ്മളെ എന്ത് കാരണത്തിനാ ഇവരിങ്ങനെ ദ്രോഹിച്ചെന്നുള്ളത് എനിക്കറിയണം. ഞാൻ മുതലും പലിശ ചേർത്ത് കിട്ടി. പിന്നെ ചൂടാണ്ട് ഇല്ല. എനിക്ക് അവളും മാപ്പ് പറയണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ടി വേറൊരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. തലക്കകത്ത് എന്താ തേങ്ങാ പിണ്ണാക്കാം. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. ഈ വ്ലോഗിംഗ് മാത്രമല്ല മറ്റു നിയമ നടപടികളുണ്ട്. പോലീസിനെ സമീപിക്കാം. അതിനു വിരുദ്ധമായി ആളുകളെ അപകീർത്തിപ്പെടുത്തുകയും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്നത് തെറ്റാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.